കേരള രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രങ്ങൾ ഭാഗം 26. പ്രഥമ സർക്കാരിനെ അട്ടിമറിച്ച കേരളത്തിലെ ഭക്ഷ്യക്ഷാമം. 1957 ഏപ്രിൽ 5-ാം തീയതി വെള്ളിയാഴ്ച അധികാരത്തിലേറിയ കേരളത്തിലെ പ്രഥമ സർക്കാർ കാലാവധി പൂർത്തിയാക്കാതെ അട്ടിമറിക്കപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് മന്ത്രി KR ഗൗരിയമ്മയുടെ കാർഷിക ഭൂപരിഷ്കരണ നിയമങ്ങളും മറ്റൊന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളുമായിരുന്നു. എന്നാൽ ഇതോടൊപ്പം അക്കാലത്ത് കേരളത്തെ ബാധിച്ച കൊടിയ ഭക്ഷ്യക്ഷാമവും പ്രധാന കാരണങ്ങളിലൊന്നായിരുന്നു. അരിയാഹാരത്തിനപ്പുറം ഗോതമ്പ് പോലുള്ള ധാന്യങ്ങളോ അനുബന്ധമായ ഭക്ഷ്യവിഭവങ്ങളോ ഒരു ശരാശരി മലയാളിയുടെ ചിന്താസരണികളിൽ ഒരിക്കൽ പോലും കടന്നുവരാത്തൊരു കാലമായിരുന്നു അത്. ഇന്നത്തെ പോലെ ഭക്ഷ്യവൈവിധ്യങ്ങളോ രുചിഭേദങ്ങളോ കടന്നുവരാത്ത അക്കാലത്ത് അരിയാഹാരമെന്നത് മലയാളിയുടെ ഭക്ഷ്യ സംസ്കാരം തന്നെയായിരുന്നു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുൻപ് തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയ പ്രധാന ഘടകങ്ങളിലൊന്ന് ഭക്ഷ്യക്ഷാമം തന്നെയായിരുന്നു. പട്ടിണിക്കും കരിഞ്ചന്തയ്ക്കുമെതിരായ ചെറുത്തുനിൽപ്പിനെയാണ് പാർട്ടി അക്കാലം വരെ പ്രതിനിധീകരിച്ചിരുന്നത്. ആദ്യം ബ്രിട്ടീഷ് നാടുവാഴി സർക്കാരുകൾക്കെതിരെയും പിന്നീട് കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെയും സഖാക്കൾ അരിപ്രശ്നം സമർത്ഥമായി പ്രയോഗിച്ചു. ആശയപരമെന്നതിനേക്കാൾ ആമാശയപരമായ ഈ പ്രതിക്രിയകൾ മലയാളികളുടെ ഭൂമികയിൽ അതിസമർത്ഥമായ രീതിയിൽ പ്രാവർത്തികമാക്കപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔപചാരികമായ ആവിർഭാവത്തിന് മുൻപ്, അതായത് 1936 അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് വിഭാഗ നേതാക്കളായ സഖാവ് AK ഗോപാലനും സർദാർ ചന്ദ്രോത്തും സഖാവ് KPR ഗോപാലനും സഖാവ് MK കേളുവും നേതൃത്വം നൽകിയ പട്ടിണി ജാഥ ആരംഭിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് 750 മൈൽ താണ്ടി മദ്രാസിലെത്തിയ ജാഥ വിവിധ ദേശങ്ങളിലായി 500 പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. 25,000-ൽ പരം ലഘുലേഖകൾ വിറ്റു. 2 ലക്ഷത്തോളം ജനങ്ങളോട് മുഖാമുഖം സംസാരിച്ചു. ജാഥാംഗങ്ങൾ പ്രഘോഷിച്ച പട്ടിണിപ്പാട്ടുകൾ മലബാറിലും തമിഴ്നാട്ടിലുമുള്ള ഗ്രാമരഥികളിലും രാജവീഥികളിലും ആവേശത്തിന്റെ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. തുടർന്ന് 1939 സെപ്റ്റംബറിൽ ആഗോള വ്യാപകമായി വിനാശം വിതച്ചുകൊണ്ട് 2-ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. 1941 ആയപ്പോഴേക്കും ഏഷ്യയുടെ നെല്ലറകളായ ബർമ്മയും സയാമും ജപ്പാന്റെ കാൽക്കീഴിൽ അമർന്നു കഴിഞ്ഞിരുന്നു. ഏഷ്യയിലുടനീളം നിർബാധമായി നീങ്ങിയിരുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ കയറ്റിറക്കങ്ങൾക്ക് അതോടെ വിരാമമായി. 1943 അതിഭയാനകമായ ബംഗാൾ ക്ഷാമമുണ്ടായി. യുദ്ധാനന്തര കാലഘട്ടത്തിലും ക്ഷാമം ഒരു സ്ഥിരം പ്രതിഭാസമായി മാറി. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും കോമരമാടിയപ്പോൾ മഹാകവി വള്ളത്തോൾ അരിയെ ഈശ്വരനോട് ഉപമിച്ചു. എല്ലായിടത്തുമുണ്ട്, എന്നാൽ കാണാൻ കഴിയില്ല. 1946 കാലവർഷം ചതിച്ചു. രൂക്ഷമായ വരൾച്ച അതിഭീകരമായ ഭക്ഷ്യക്ഷാമത്തിന് വഴിതെളിച്ചു. ഇന്നത്തെ കേരളത്തിന്റെ ഉത്തരദേശങ്ങളായ മലബാർ മേഖല ഉൾപ്പെടുന്ന മദ്രാസ് ഗവൺമെന്റ് ജനകീയ ഭക്ഷ്യ കമ്മിറ്റികളുണ്ടാക്കി ധാന്യസംഭരണവും വിതരണവും സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ EMSന്റെ അധ്യക്ഷതയിൽ ചേർന്ന കിസാൻ യോഗം ജന്മിമാരുടെ പത്തായത്തിൽ എത്തുന്നതിന് മുൻപ് നെല്ല് തടഞ്ഞെങ്കിൽ മാത്രമേ കരിഞ്ചന്ത തടയാനാകൂ എന്ന് ചൂണ്ടിക്കാണിക്കുകയും സഹകരണ സംഘങ്ങളിലേക്ക്
ഈ നെല്ല് അളപ്പിക്കുന്നതിന് ശ്രമിക്കണമെന്ന പ്രമേയം അംഗീകരിക്കുകയും ചെയ്തു. തരിശുഭൂമി കയ്യേറി കൃഷി നടത്തണമെന്നായിരുന്നു മറ്റൊരു തീരുമാനം. 1946 ഒക്ടോബർ 6 മലബാറിലാകെ കരിഞ്ചന്ത വിരുദ്ധ ദിനമായി ആചരിച്ചു. പൂഴ്ത്തിവെപ്പുകാരുടെ കോലം കത്തിക്കലും ഇതോടനുബന്ധിച്ചുണ്ടായിരുന്നു. 1946 ഡിസംബർ 16 ജന്മിമാരുടെ തരിശുഭൂമികൾ കയ്യേറി കൃഷി ഇറക്കുവാനും തീരുമാനമായി. കരിഞ്ചന്ത വിരുദ്ധ സമരത്തിൽ നിന്നാണ് ചരിത്രപ്രസിദ്ധമായ കരിവെള്ളൂർ സംഭവമുണ്ടായത്. കരിവെള്ളൂർ ക്ഷേത്രം ഊരാളനായ ചിറക്കൽ രാജാവ് പിരിച്ചെടുത്ത 1,00,000 സേർ നെല്ല് പോലീസ് സംരക്ഷണത്തോടെ നീക്കാൻ ശ്രമിക്കുമ്പോൾ സഖാവ് AV കുഞ്ഞമ്പുവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. തൽക്ഷണം MSPക്കാരുടെ തോക്കുകൾ തീതുപ്പിക്കൊണ്ട് ഗർജിച്ചു. പാവങ്ങളായ നിരവധി കർഷക തൊഴിലാളികൾ കരിവെള്ളൂരിന്റെ കൃഷിയിടങ്ങളിൽ ചോരയിൽ മുങ്ങി ചിതറിത്തെറിച്ചു. 1947 ഇന്ത്യ വിഭജനത്തോടെ രാജ്യവ്യാപകമായി സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ഗോതമ്പ് വിളയുന്ന പഞ്ചാബിന്റെയും ഭാരതത്തിന്റെ നെല്ലറയായ ബംഗാളിന്റെയും ഗണ്യമായ ഭാഗങ്ങൾ പാകിസ്ഥാനിലായി. 1946 ഫെബ്രുവരിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൽക്കട്ട കോൺഗ്രസ് കൃഷിഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കി. ഗ്രാമത്തിലെ അതിസമ്പന്നരായ ജന്മികളും കരിഞ്ചന്തക്കാരും അതുവരെ നിയന്ത്രിച്ചു വന്ന കാർഷിക സമ്പദ് വ്യവസ്ഥ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലെത്തി. ഭക്ഷ്യക്ഷാമം രാജ്യവ്യാപകമായൊരു പ്രതിഭാസമായി മാറി. സാധുക്കളായ കർഷക തൊഴിലാളികൾ കൃഷിയിടങ്ങളിലെ വിളവുകൾ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു സായുധ സമരമായി വളർന്നു. സമരത്തെ അടിച്ചമർത്താൻ പോലീസും പട്ടാളവും രംഗത്തിറങ്ങി. കൃഷിഭൂമികളിൽ ചിതറിത്തെറിച്ച ചോരച്ചാലുകളിൽ കബന്ധങ്ങൾ കുമിഞ്ഞുകൂടുകയായിരുന്നു. കോറോമിലും തില്ലങ്കേരിയിലുമെല്ലാം കരിവെള്ളൂരിന്റെ കഥകൾ കൊടുങ്കാറ്റായി വീശിയടിച്ചു. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തിരുവിതാംകൂറിലെ ഭക്ഷ്യസ്ഥിതി ഒരിക്കലും സ്ഫോടകാത്മകമായിരുന്നില്ല. തിരുവിതാംകൂറിന്റെ നെല്ലറയായ നാഞ്ചിനാട് നല്ല വിളവ് നൽകി ആ നാട്ടുരാജ്യത്തെ ആകമാനം എന്നും കനിഞ്ഞനുഗ്രഹിച്ചു. പ്രജാക്ഷേമ തൽപരരായ രാജാക്കന്മാരും അതിപ്രഗത്ഭരായ ദിവാന്മാരും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയിൽ അതീവ ശ്രദ്ധാലുക്കളായിരുന്നു. അക്കാര്യത്തിൽ കാലത്തിനു മുൻപേ സഞ്ചരിച്ചവരായിരുന്നു നാട്ടുരാജ്യമായ തിരുവിതാംകൂറിലെ എല്ലാ ഭരണകർത്താക്കളും. അരിയോടൊപ്പം വളർന്നു വന്ന മലയാളിയുടെ ഭക്ഷ്യ സംസ്കാരമാണ് കപ്പ അഥവാ മരച്ചീനി. 4 നൂറ്റാണ്ടിനിപ്പുറം മലയാളിയെ സ്വാധീനിച്ച ഭക്ഷ്യവൈവിധ്യങ്ങളും രുചിഭേദങ്ങളും കപ്പയെന്ന ഭക്ഷ്യവസ്തുവിനെ ഇനിയും പിന്നിലാക്കിയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർട്ടുഗീസുകാരാണ് തെക്കേ അമേരിക്കയിൽ നിന്നും കപ്പ അഥവാ മരച്ചീനി മലയാള ദേശത്തേക്ക് കൊണ്ടുവരുന്നത്. പിൽക്കാലത്ത് മഹാരാജാവായ വിശാഖം തിരുനാളിന്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി വ്യാപകമായി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തന്നെ ഒരു മാതൃകാ കൃഷിത്തോട്ടമുണ്ടാക്കി. ആ സ്ഥലത്തിന്റെ പേരുപോലും പിന്നീട് മരച്ചീനി വിള എന്ന് പ്രസിദ്ധമായി. വിശാഖം തിരുനാൾ മഹാരാജാവ് ബ്രസീലിൽ നിന്നും കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച കപ്പ, പൂള, കൊള്ളി, മരച്ചീനി എന്നിങ്ങനെ ബഹുവിധ പേരുകളിൽ അറിയപ്പെട്ട സവിശേഷമായ ഈ കിഴങ്ങ് പാചകം ചെയ്ത് ഭക്ഷിച്ചാണ് തിരുവിതാംകൂറിലെ ജനങ്ങൾ രാജ്യവ്യാപകമായി പടർന്നു പിടിച്ച കൊടിയ ഭക്ഷ്യക്ഷാമങ്ങളെ അതിജീവിച്ചത്. എല്ലാ അർത്ഥത്തിലും കപ്പയെന്ന ഭക്ഷ്യവസ്തു തിരുവിതാംകൂറിന്റെ ഭക്ഷ്യസുരക്ഷയായിരുന്നു. കേരളപ്പിറവിക്ക് മുൻപ് തന്നെ ഭക്ഷ്യപ്രശ്നത്തിലുള്ള ശാശ്വത പരിഹാരത്തെക്കുറിച്ച് രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ആശ്വാസ നടപടിയായി ന്യായവില ഷോപ്പുകൾ തുറക്കുന്നതിനെ എല്ലാവരും സ്വാഗതം ചെയ്തു. 1956
പിൽക്കാലത്ത് തിരുക്കൊച്ചിയുടെ രാജപ്രമുഖനായി അവരോധിക്കപ്പെട്ട തിരുവിതാംകൂറിലെ അവസാന മഹാരാജാവായ ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയുടെ അഡ്വൈസറായിരുന്ന PS റാവുവാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി തിരുക്കൊച്ചിയിൽ ന്യായവില ഷോപ്പുകൾ അഥവാ റേഷൻ കടകൾ ആരംഭിക്കുന്നത്. 500 വീടുകൾക്കൊരു ഡിപ്പോ എന്ന നിലയിൽ കടകളുടെ എണ്ണം നിജപ്പെടുത്തി. കേരളപ്പിറവിക്ക് മുൻപ് തന്നെ, അതായത് 1956 അവസാനമാകുമ്പോഴേക്കും 3712 ചില്ലറ ഷോപ്പുകളും 210 മൊത്തവിതരണ ഷോപ്പുകളും തിരുക്കൊച്ചിയിലുണ്ടായി. അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത ഭരണത്തെ പഴിപറഞ്ഞാണ് കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പ്രഥമ സർക്കാർ അധികാരത്തിലേറിയത്. എന്നാൽ ഭരണം തുടങ്ങി 1 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അതേ മുദ്രാവാക്യങ്ങൾ ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരിഞ്ഞു കൊത്താൻ തുടങ്ങി.